പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ഫോടനമുണ്ടായി. ഇസ്ലാമാബാദിലെ ജില്ലാ കോടതിക്ക് മുന്നിലാണ് ഒരു സ്ഫോടനമുണ്ടായത്. 12 പേരോളം മരിക്കുന്ന സ്ഫോടനമാണ് ഉണ്ടായത്. ഇന്ത്യയിൽ ഡൽഹിയിൽ സ്ഫോടനമുണ്ടായി. ഏതാണ്ട് 17 മണിക്കൂറിന് ശേഷമാണ് പാകിസ്ഥാനിൽ ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. ഇസ്ലാമാബാദിൽ ഈ അടുത്ത് നടക്കുന്ന വലിയൊരു സ്ഫോടനം തന്നെയായിരുന്നു അതിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന ഒരു ആരോപണം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. യാതൊരു തെളിവുമില്ലാതെയാണ് ഇന്ത്യക്ക് മേൽ പഴിചാരിക്കൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. അതിന് തക്കതായ മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിൽ പ്രതികരിച്ചത്. സ്വന്തം പൗരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ പതിവ് തന്ത്രമാണ് ഈ ആരോപണം എന്നതാണ് ഇന്ത്യ പരിഹാസ രൂപേണ പാകിസ്ഥാന് നൽകിയിട്ടുള്ള മറുപടി. അന്താരാഷ്ട്ര സമൂഹത്തിന് യാഥാർത്ഥ്യം അറിയാമെന്നും പാക് തന്ത്രങ്ങളിൽ ലോകരാജ്യങ്ങൾ വീഴില്ല എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പരാമർശങ്ങളിലേക്ക് നയിച്ച സാഹചര്യം എന്നത് ഞാൻ സൂചിപ്പിച്ചതാണ്. ഈ സ്ഫോടനം ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്. ഈ ചാവേർ ആക്രമണമാണ് അവിടെ ഉണ്ടായത്. ചാവേർ ഈ കോടതിക്കുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്, വലിയൊരു ബ്ലാസ്റ്റിന് ശ്രമിക്കുന്നുണ്ട്, അത് നടക്കുന്നില്ല. പിന്നീട് ഒരു പോലീസ് വാഹനത്തിന് സമീപം ഈ കാർ ഇടിച്ച് വലിയ സ്ഫോടനം സൃഷ്ടിക്കുകയായിരുന്നു. ഒരു ചാവേർ ആക്രമണമാണെന്ന് വ്യക്തമാവുകയും പാക് താലിബാൻ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു. നേരത്തെ ഖൈബർ പഖ്തൂൺഖ മേഖലയിലും പാക് താലിബാന്റെ ആക്രമണമുണ്ടായിരുന്നു. അവിടെ നിരന്തരം അത്തരം ആക്രമണങ്ങൾ നടന്നു വരുന്നതാണ്. പാകിസ്ഥാൻ അതിന് തിരിച്ചടിച്ചിരുന്നു. അതിന് ശേഷമാണ് ഈ ഇസ്ലാമാബാദിൽ ഈ ഒരു ചാവേർ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി അഫ്ഗാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ചില പരാമർശങ്ങളാണ് നടത്തിയിരുന്നത്. പാകിസ്ഥാൻ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലാണ് എന്ന് ആസിഫ് അലി സർദാരി പറയുന്നു. അതിനുശേഷം പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇതുമായി ബന്ധപ്പെട്ട് യുദ്ധസമാനമായ സാഹചര്യമാണ് രാജ്യത്തുള്ളതെന്നും ഭീകരർക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്നും ഈ സമയത്ത് അഫ്ഗാനുമായി കൂടുതൽ സമാധാന ചർച്ചകൾ എന്നത് ആലോചിക്കുന്നില്ല, അത് സാധ്യമാകുമെന്ന് കരുതുന്നില്ല എന്നും പറഞ്ഞു. അപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി, ഒപ്പം തന്നെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവർ നടത്തിയത്. അതിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ഇന്ത്യയെ ഉന്നം വെച്ച് സംസാരിച്ചത്. ഇത് ഇന്ത്യയുടെ പിന്തുണയോടുകൂടി അഫ്ഗാൻ നടത്തുന്ന ആക്രമണമാണ് എന്ന നിലയിലാണ് ഷഹബാസ് ഷെരീഫിന്റെ പ്രതികരണം വന്നത്. അപ്പോൾ ഈ പ്രസ്താവനയ്ക്കാണ് ഇന്ത്യ ഇപ്പോൾ തക്കതായ മറുപടി നൽകിയിരിക്കുന്നത്. ഇന്ത്യ പറയുന്നത് ഇതിൽ ഷഹബാസ് ഷെരീഫിന്റെ ഈ ആരോപണം ഏതെങ്കിലും ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. ഒരു തെളിവും ഇല്ലാതെ ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിക്കുക എന്നതാണ് ഷഹബാസ് ഷെരീഫ് ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, ഈ സ്ഫോടനം ഉണ്ടായി മണിക്കൂറുകൾക്കകം തന്നെ തെഹ്രീക്ക് താലിബാൻ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതാണ്. പാക് താലിബാൻ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതാണ്. അതിനുശേഷവും ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് പാക് പ്രധാനമന്ത്രി നീങ്ങിയതാണ് ഇന്ത്യയെ ചൊടിപ്പിച്ചിരിക്കുകയും ഇത്തരം ഒരു പരിഹാസ്യമായ പാകിസ്ഥാനെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയിലേക്ക് വിദേശകാര്യ മന്ത്രാലയ വക്താവ് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ അവരുടെ മണ്ണിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിയായി ചിത്രീകരിക്കാനുള്ള ഒരു അവസരമാക്കി ആ ആക്രമണത്തെ മാറ്റുകയായിരുന്നു. അതാണ് ലോകം അത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നത് ചൂണ്ടിക്കാട്ടി സ്വന്തം ജനങ്ങളെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന ഭരണാധികാരികളാണ് പാകിസ്ഥാനിലേത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യ നൽകിയിരിക്കുന്ന മറുപടി. മാത്രമല്ല, ഈ വിഷയത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഏതാണ്ട് ഒരേ 17 മണിക്കൂറിന്റെ വ്യത്യാസത്തിലാണ് ഇന്ത്യയിലും ഒപ്പം തന്നെ പാകിസ്ഥാനിലും സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൽ അമേരിക്കയുടെ ഒരു ഇരട്ടത്താപ്പ് കൂടി പുറത്തുവരികയാണ്. ചെങ്കോട്ടയിൽ കാർ ബോംബ് സ്ഫോടനം നടന്ന ഒരു ദിവസം വൈകിയാണ് ഇന്ത്യയിലെ US എംബസി അനുശോചനം രേഖപ്പെടുത്തിയത്. അതേസമയം ഈ പാകിസ്ഥാനിൽ ഈ ന്യൂഡൽഹി സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊപ്പം തങ്ങളുടെ മനസ്സും പ്രാർത്ഥനയും ഉണ്ട് എന്നായിരുന്നു ഈ US എംബസിയുടെ എക്സിൽ ഉണ്ടായിരുന്ന പോസ്റ്റ്. അതേസമയം പാകിസ്ഥാന്റെ ഇസ്ലാമാബാദിൽ നടന്ന സ്ഫോടനത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ പാക് US എംബസി ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒപ്പമുണ്ട് എന്ന് ഉറപ്പു നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇന്ത്യയിൽ നടന്ന ആക്രമണത്തെ
ഭീകരവാദമായി പറയാതെ പാകിസ്ഥാനിൽ നടന്ന ആക്രമണത്തെ ഭീകരവാദമായി ചിത്രീകരിക്കുകയും അതിൽ അവർക്കൊപ്പമുണ്ട് എന്നൊരു സന്ദേശം നൽകുകയുമാണ് ചെയ്തത്. അമേരിക്കയുടെ ഇന്ത്യൻ എംബസിയിൽ സ്ഥാനപതി ഇന്നലെയാണ് ജോയിൻ ചെയ്തത്. അതിലൊരു ചെറിയ കാലതാമസം അതുകൊണ്ടായിരിക്കും ഈ അനുശോചന സന്ദേശം വരുന്നതിൽ ഉണ്ടായത് എന്ന് നമുക്ക് കരുതാം. പക്ഷേ അതിനപ്പുറം ഈ ഭീകരത രണ്ടിടത്തും ഉണ്ടായിട്ടുള്ളത് ഒരേ തരത്തിലുള്ള ഒരേ മോഡസ് ഓപ്പറാൻഡിയാണ് ഈ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ ഒരിടത്ത് മാത്രം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ തങ്ങളൊപ്പമുണ്ട് എന്ന് ഉറപ്പ് അമേരിക്ക നൽകുകയും ഇന്ത്യയിൽ നടന്ന സ്ഫോടനത്തിൽ ഇരകൾക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും മാത്രം ചെയ്ത ഒരു രക്തത്താപ്പ് ഇതിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പാകിസ്ഥാൻ ഇപ്പം ഉയർത്തിയ വാദങ്ങളുമായി ചേർത്ത് നിൽക്കുമ്പോൾ അതല്പം ഗൗരവമേറിയതുമാണ്. പക്ഷേ പാകിസ്ഥാൻ എന്താണോ പറഞ്ഞത്, തെളിവില്ലാതെ ഉന്നയിച്ച ആരോപണങ്ങളാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ നടത്തിയിരിക്കുന്നത്. അതിന് ഇന്ത്യ ശക്തമായ ഭാഷയിൽ അല്പം പരിഹാസം കലർന്ന രീതിയിൽ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്.